ആ ഇലക്ഷന്റെ ഫലം വരുമ്പോ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ട 4 കാര്യങ്ങൾ അവൻ ശ്രദ്ധിക്കണമെന്നാണ്. പ്രധാനപ്പെട്ട 4 കാര്യങ്ങൾ. ആ 4 കാര്യങ്ങളിൽ ഒന്നാമത്തെ കാര്യം എന്നുള്ളത്, ഫലം വരുമ്പോ വിജയമാണെങ്കിലും പരാജയമാണെങ്കിലും ഇത് അള്ളാഹുവിന്റെ തീരുമാനമാണ് എന്ന് മനസ്സിലാക്കി അള്ളാഹുവിന്റെ ഖദർ പൂർണ്ണമായ തൃപ്തിയോടുകൂടി അംഗീകരിക്കുക എന്നുള്ളതാണ്. അർ-റിളാ ബിൽ ഖദർ. ഈമാൻ കാര്യം പറയുമ്പോ നമ്മൾ അവസാനം പറയാറില്ലേ, നന്മതിന്മയായ മുഴുവൻ കാര്യങ്ങളും അള്ളാഹുവിൽ നിന്നാണ് വരുന്നത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതിന്റെ ഫലം എന്താണെങ്കിലും ആ ഫലം നന്മയാവട്ടെ തിന്മയാവട്ടെ ഇത് അള്ളാഹുവിന്റെ തീരുമാനമാണ്. ഇതിൽ ഞങ്ങളുടെ ആളുകൾ വിജയിച്ചാൽ എന്റെ ഹൃദയത്തിൽ അഹങ്കാരം ഉണ്ടാവുകയില്ല. ഇതിൽ ഞങ്ങളുടെ ആളുകൾ പരാജയപ്പെട്ടാൽ ഒരിക്കലും എന്റെ ഹൃദയത്തിൽ നിരാശ ഉണ്ടാവുകയുമില്ല. അഹങ്കരിച്ചാൽ വലിയ പരാജയത്തിലേക്ക് പിന്നീട് എടുത്തെറിയപ്പെടും. നിരാശ വന്നാൽ ചിലപ്പോൾ നമ്മുടെ വിശ്വാസം തന്നെ നഷ്ടപ്പെട്ടു പോകാൻ കാരണമാവും. അതുകൊണ്ട് വിജയിച്ചാൽ ഒരിക്കലും അഹങ്കരിക്കരുത്, പരാജയപ്പെട്ടാൽ ഒരിക്കലും നിരാശപ്പെടരുത്. ഈ വിജയം നൽകിയത് അല്ലാഹുവാണ്, ഈ പരാജയം നൽകിയതും പടച്ചതമ്പുരാനാണ് എന്ന തീരുമാനത്തോടുകൂടി ഇലക്ഷന്റെ ഫലം എന്താണോ അതിനെ പൂർണ്ണമായ രീതിയിൽ അംഗീകരിക്കുക എന്നുള്ളതാണ് നമ്മെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാമത്തെ കാര്യം. തിൽക്കൽ അയ്യാമു നുദാവിലുഹാ. യുദ്ധത്തെ കുറിച്ച് പറയുന്ന കൂട്ടത്തിൽ വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്, തിൽക്കൽ അയ്യാമു നുദാവിലുഹാ. യുദ്ധം ചെയ്യുമ്പോ ആ യുദ്ധത്തിൽ ഒരു വിഭാഗം വിജയിക്കും. ചിലപ്പോൾ ആ വിജയിച്ചവർ പിന്നീട് പരാജയപ്പെടാം, പരാജയപ്പെട്ടവർ പിന്നീട് വിജയിക്കാം. ജയാപരാജയങ്ങൾ അത് മാറി മറിഞ്ഞു വരാം. രണ്ടും അള്ളാഹുവിന്റെ തീരുമാനമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അള്ളാഹുവിന്റെ തീരുമാനം, പടച്ചതമ്പുരാന്റെ ഖദർ എന്താണോ ആ ഖദർ പൂർണ്ണമായിട്ടും അംഗീകരിക്കുക എന്നുള്ളതാണ് ഒന്നാമത് നമ്മൾ ചെയ്യേണ്ട വിഷയം. രണ്ടാമത് നമ്മൾ സ്വീകരിക്കേണ്ട നിലപാട്, എന്ത് വിജയമാണോ പരാജയമാണോ ഉണ്ടായതെങ്കിലും സമാധാനം നിലനിർത്തുന്നതിന് വേണ്ടി പരിശ്രമിക്കുക എന്നുള്ളതാണ്. വിജയിക്കുമ്പോ ആ വിജയത്തിമുറിപ്പിൽ ദീനിനും സമൂഹത്തിനും മതത്തിനും വിരുദ്ധമായ പല കാര്യങ്ങളും നമ്മുടെ ഭാഗത്ത് നിന്നുണ്ടാവാം, പലപ്പോഴും ഉണ്ടാവുന്നുണ്ട് ഉത്തമ സമുദായം എന്ന് അവകാശപ്പെടുന്ന നമ്മുടെ ഭാഗത്ത് നിന്ന്. അങ്ങനെയുള്ള നമ്മെ സംബന്ധിച്ചിടത്തോളം സമാധാനം നിലനിർത്താൻ, വിജയത്തിന്റെ ആവേശത്തിൽ മറ്റുള്ളവരെ അപഹസിക്കരുത്, ആരെയും ഉപദ്രവിക്കരുത്, അതിന്റെ ആവേശത്തിൽ സംഘർഷമുണ്ടാക്കരുത്. ഞങ്ങൾ വിജയികളാണ് എന്ന് പറഞ്ഞ് പരാജയപ്പെട്ട ആളുകളെ ഒരിക്കലും സോഷ്യൽ മീഡിയയിൽ തെറി പറയരുത്. അത് വിജയിച്ചാലും ചെയ്യരുത്, പരാജയപ്പെട്ടാലും ചെയ്യരുത്. പൂർണ്ണമായിട്ട് സമാധാന അന്തരീക്ഷം നിലനിർത്താൻ നാം പരിശ്രമിക്കുക. കാരണം ഈ തെരഞ്ഞെടുപ്പിന്റെ ഫലം വന്നതിന് ശേഷവും ഒരു സമൂഹമായി, ഒരു നാടായി, അല്ലെങ്കിൽ ഒരു രാജ്യമായി, ഒരു ജനതയായി നാം ഇവിടെ ജീവിക്കേണ്ടവരാണ്, നിലകൊള്ളേണ്ടവരാണ്. അതുകൊണ്ട് ഒരിക്കലും സമാധാനത്തിന് ഭംഗം വരുത്തുന്ന രീതിയിലുള്ള ഒരു പ്രവർത്തനങ്ങളും നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാവരുത്. 2, മൂന്നാമത് നാം ചെയ്യേണ്ട കാര്യം ദുആ ചെയ്യുക എന്നുള്ളതാണ്. ദുആ ചെയ്യുക. എന്താണ് ദുആ ചെയ്യേണ്ടത്? അല്ലാഹുവേ, കരുണയുള്ള ആളുകളെ നീ ഞങ്ങൾക്ക് നൽകണമേ, അല്ലെങ്കിൽ വിജയിച്ച ആളുകളെ ഞങ്ങൾക്ക് അനുകൂലമായിട്ട് നീ തിരിക്കണമേ. ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഈ ഹജ്ജിന്റെ വേളയിൽ ഹാജിമാർ വിശുദ്ധമാക്കപ്പെട്ട ഹറമിന്റെ മണ്ണിലേക്ക് പുറപ്പെടുന്ന ഈ വേളയിൽ നാം ഏറ്റവും കൂടുതൽ ഓർക്കുന്നത് ഇബ്രാഹിം നബിയ. ആ ഇബ്രാഹിം നബിയുടെ ഒരു ദുആയുണ്ട്, വജഅൽ അഫ്ഇദതം മിനൻ നാസി തഹ്വി ഇലൈഹിം. അല്ലാഹുവേ, ജനങ്ങളുടെ ഹൃദയങ്ങളെ നീ അവരിലേക്ക് തിരിക്കണമേ. ഇബ്രാഹിം നബി തന്റെ ഭാര്യയ്ക്കും തന്റെ മകനും വേണ്ടി ചെയ്ത ദുആയാണ്. അല്ലാഹുവേ, ലോകത്തുള്ള മുഴുവൻ ജനങ്ങളുടെയും ഹൃദയങ്ങളെ അവർക്ക് അനുകൂലമായിട്ട് നീ തിരിക്കണമേ. ഈ ദുആയാണ് നമുക്കും ചെയ്യാനുള്ളത്. അല്ലാഹുവേ, ഭരണാധികാരികളുടെ ഹൃദയങ്ങളെ ഞങ്ങൾക്ക് അനുകൂലമായിട്ട് നീ തിരിക്കണമേ, അവർ ഞങ്ങളോട് കരുണയുള്ളവരാക്കണമേ. അതോടൊപ്പം നമ്മുടെ നാട്ടിലും സമാധാനം ഉണ്ടാവാൻ നമ്മൾ ദുആ ചെയ്യണം.
ചെയ്യണം. ഇബ്രാഹിം നബിയും അങ്ങനെ ദുആ ചെയ്തയാളാ. മക്കയ്ക്ക് വേണ്ടി ഇബ്രാഹിം നബി നടത്തിയ ദുആ ഖുർആനിൽ കാണാം. റബ്ബി ജഅൽ ഹാദാ ബലദൻ ആമിന ഒരു ഭാഗത്ത്, മറ്റൊരു ഭാഗത്ത് റബ്ബി ജഅൽ ഹാദൽ ബലദ ആമിന, അല്ലാഹുവേ ഈ നാടിനെ നിർഭയത്വമുള്ള നാടാക്കി നീ മാറ്റണമേ. മക്കയ്ക്ക് വേണ്ടി ഇബ്രാഹിം നബി ദുആ ചെയ്തതുപോലെ, മദീനയ്ക്ക് വേണ്ടി പുണ്യ റസൂൽ ദുആ ചെയ്തതുപോലെ, നാം നമ്മുടെ ജന്മദേശമായ ഈ രാജ്യത്തിന് വേണ്ടിയും ദുആ ചെയ്യൽ അനിവാര്യമാണ്. അല്ലാഹുവേ ഈ തെരഞ്ഞെടുപ്പിന് ശേഷവും ഒരു കലികാലം ഞങ്ങളിലേക്ക് കടന്നു വരാതെ, ഒരു കഷ്ടകാലം ഞങ്ങളിലേക്ക് വരാതെ, ഒരു ദുരന്തകാലം ഞങ്ങളിലേക്ക് വരാതെ, ഞങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന ഭരണഘടനാപരമായ അവകാശങ്ങൾ അടിച്ചമർത്തപ്പെടുന്ന ഒരു നശിച്ച കാലം ഞങ്ങളിലേക്ക് വരാതെ അല്ലാഹുവേ ഈ നാട്ടിലും ഈ രാജ്യത്തും നീ സമാധാനം നിലനിർത്തേണമേ എന്ന് ആത്മാർത്ഥമായി അല്ലാഹുവിനോട് ദുആ ചെയ്യേണ്ട സമയമാണ് ഇലക്ഷനുമായി ബന്ധപ്പെട്ട ഈ സമയം. നാലാമത്തെ നമ്മുടെ നിലപാട് എന്നുള്ളത്, ആര് ജയിച്ചു വന്നാലും നേതാക്കളോട്, തെരഞ്ഞെടുക്കപ്പെട്ട ആളുകൾ, ഭരണാധികാരികൾ, അവരോട് ശരിയായ രീതിയിലുള്ള സമീപനം വെച്ചു പുലർത്തുക എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നേതാക്കളായി തെരഞ്ഞെടുക്കപ്പെട്ടതിന് ശേഷം അവരെ ആക്ഷേപിക്കൽ, ചീത്ത വിളിക്കൽ, അത് മുസ്ലിമിന് പറ്റിയ പണിയല്ല. അത് പള്ളിയുടെ നേതാവാണെങ്കിലും ശരി, അത് രാജ്യത്തിന്റെ നേതാവാണെങ്കിലും ശരി, ഒരാളെ തെരഞ്ഞെടുക്കപ്പെട്ടതിന് ശേഷം ആക്ഷേപിക്കുന്നതും മുസ്ലിമിന് പറ്റിയ പണിയല്ല. മനസ്സിലായില്ലേ? തെരഞ്ഞെടുക്കപ്പെട്ട ആള് മോശപ്പെട്ട ആളാണെങ്കിൽ അയാൾ അധികാരത്തിലേക്ക് കൊണ്ടുവരാതിരിക്കാൻ നോക്കുക എന്നുള്ളതാണ് ഉത്തരവാദിത്വം. പക്ഷെ തെരഞ്ഞെടുക്കപ്പെട്ടതിന് ശേഷം പിന്നെ കുത്തിത്തിരിപ്പുണ്ടാക്കൽ, പിന്നെ ഗീബത്ത് പറയൽ, പിന്നെ ഫിത്ന ഉണ്ടാക്കൽ, പിന്നെ സമുദായത്തിലും സമൂഹത്തിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കൽ, അതൊരിക്കലും മുസ്ലിമിന് പറ്റിയ പണിയല്ല. അതുകൊണ്ട് തെരഞ്ഞെടുക്കപ്പെടുന്ന ഭരണാധികാരികൾ, ആ ഭരണാധികാരികളോട് നല്ല സമീപനം വെച്ചു പുലർത്തുക. നല്ല സമീപനം എന്നുള്ളത് അവര് ചെയ്യുന്ന എല്ലാ തിന്മയും അംഗീകരിക്കണമെന്നല്ല, അവര് ചെയ്യുന്ന തിന്മകളെ യുക്തിപൂർവം അത് വിമർശിക്കുകയും അവര് ചെയ്യുന്ന തിന്മകളെ ന്യായമായ രീതിയിൽ എതിർക്കുകയും ചെയ്യുക എന്നുള്ളത് നമ്മുടെ ബാധ്യതയാണ്, നമ്മുടെ ഉത്തരവാദിത്വമാണ്. പക്ഷെ അപ്പോഴും നമ്മുടെ ഭരണാധികാരികളോട് മാന്യമായ രീതിയിലുള്ള സമീപനം വെച്ചു പുലർത്തുക. ഈ 4 കാര്യങ്ങൾ വരാൻ പോകുന്ന സമയങ്ങളിൽ നാം ശ്രദ്ധിക്കേണ്ടതാണ്. അന്ധമായ രീതിയിലുള്ള പിന്തുണയോ, അന്ധമായ പക്ഷപാതിത്വമോ, അന്ധമായ വിമർശനമോ ഒരിക്കലും വിശ്വാസിയുടെ ഭാഗത്ത് നിന്നുണ്ടാവാൻ പാടുള്ളതല്ല. അതുകൊണ്ട് വരാൻ പോകുന്ന ഫലം ന്യായമായ രീതിയിൽ നമുക്കെല്ലാം അനുകൂലമാകുന്ന രീതിയിൽ, ഈ നാടിന് അനുകൂലമാകുന്ന നിലയിൽ, ഈ സമൂഹത്തിനും സമുദായത്തിനും ഗുണകരമാകുന്ന നിലയിൽ അല്ലാഹു ആ ഫലത്തെ മാറ്റട്ടെ എന്ന് ആത്മാർത്ഥമായി വെള്ളിയാഴ്ചയുടെ മുബാറക്കായ സമയത്ത് പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്ന ഈ പുണ്യകരമായ ഈ നിമിഷങ്ങളിൽ നമുക്ക് ആത്മാർത്ഥമായിട്ട് ദുആ ചെയ്യാം. റബ്ബനാ ലാ തുസല്ലിത് അലൈനാ മൻ ലാ യർഹമുനാ, അല്ലാഹുവേ ഞങ്ങളോട് കരുണയില്ലാത്തവരെ നീ ഞങ്ങളുടെ അധികാരികളാക്കരുതേ തമ്പുരാനെ. അല്ലാഹുവേ ഞങ്ങളുടെ വിഷയത്തിൽ നിന്നെ ഭയപ്പെടാത്ത ആളുകളെയും, ഞങ്ങളുടെ വിഷയത്തിൽ നിന്നെ ഭയപ്പെടാത്തവരെയും ഞങ്ങളുടെ അധികാരികളാക്കരുതേ തമ്പുരാനെ. അല്ലാഹുവേ അനുകൂലമായ പശ്ചാത്തലം നീ ഞങ്ങൾക്ക് ഒരുക്കി തരണേ റഹ്മാനെ. അല്ലാഹുവേ അക്രമികാരികളെ നീ കൈകാര്യം ചെയ്യണേ തമ്പുരാനെ. അല്ലാഹുവേ നല്ല ഭരണാധികാരികളെ കൊണ്ട് നീ ഞങ്ങളെ അനുഗ്രഹിക്കണേ അല്ലാഹ്. അല്ലാഹുവേ ദീനനുസരിച്ച്, നിന്റെ നിയമങ്ങളനുസരിച്ച് മുമ്പോട്ട് ജീവിക്കാൻ കഴിയുന്ന നല്ലൊരു സാഹചര്യം ഞങ്ങൾക്ക് നീ ഒരുക്കി തരണേ റഹ്മാനെ. അല്ലാഹുവേ ലോകത്താകമാനം പീഡിപ്പിക്കപ്പെടുന്ന വിശ്വാസികൾ, അവർക്കെല്ലാം നീ മോചനം പ്രദാനം ചെയ്യണേ അല്ലാഹ്. അവരിൽ നിന്ന് രക്തസാക്ഷികളായ ആളുകൾക്ക് സ്വർഗം നൽകണേ അല്ലാഹ്. അല്ലാഹുവേ രോഗികളായ ആളുകൾക്ക് രോഗശമനം നൽകണേ അല്ലാഹ്. പ്രയാസപ്പെടുന്നവർക്ക് സന്തോഷം നൽകണേ തമ്പുരാനെ. അല്ലാഹുവേ ഞങ്ങളുടെ നാടുകളിൽ, ഞങ്ങളുടെ മഹല്ലുകളിൽ നീ ഐക്യം നൽകണേ തമ്പുരാനെ. സമാധാനം നൽകണേ റഹ്മാനെ. അല്ലാഹുവേ പിശാച് ഞങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് നുഴഞ്ഞു കയറുന്ന അവസ്ഥയെ തൊട്ട് നീ കാക്കണേ റഹ്മാനെ. അല്ലാഹുവേ ഞങ്ങൾ ചെയ്യുന്ന മുഴുവൻ തൊഴിലുകളിലും നീ ബറക്കത്ത് നൽകണേ അല്ലാഹ്, ആഫിയത്ത് നൽകണേ അല്ലാഹ്, സലാമത്ത് നൽകണേ അല്ലാഹ്. പള്ളിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏതെല്ലാം നന്മകൾ ആരെല്ലാം ചെയ്യുന്നുണ്ടോ അവരെല്ലാം നീ അനുഗ്രഹിക്കണേ റഹ്മാനെ. അല്ലാഹുവേ സലാമത്തിലാക്കണേ അല്ലാഹ്. ഞങ്ങളുടെ ദുആ നീ കബൂൽ ചെയ്യണേ തമ്പുരാനെ. പ്രധാനപ്പെട്ട ഒരു